സംസ്ഥാനത്ത് കേരയിൽ വരില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. കേരയിൽ ഉപേക്ഷിച്ചെന്ന് സർക്കാർ പറഞ്ഞാൽ കേന്ദ്രവുമായി ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പദ്ധതിയല്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരയിൽ വരാൻ യാതൊരു സാധ്യതയില്ല. അത് പണ്ടത്തെ ചെല്ലുവാനായി. പക്ഷെ അതിന് ബദലുള്ള ഒരു പ്രപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് ഇഷ്ടമായി. ഞാനും ചീഫ് മിനിസ്റ്ററുമായിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ നടന്നു. അദ്ദേഹത്തിന് ഇത് ബോധ്യമായി. അതുകൊണ്ട് നടക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ. ആ കേരളത്തിനേക്കാളും വളരെ ഉപകാരമുള്ള സാഹചര്യം. പിന്നെ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലം വരില്ല. അത് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, ഈ ശ്രീധരനുമായുള്ള കൂടിയാലോചനകളൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. അപ്പോൾ സിൽവർ ലൈൻ അഥവാ കേരയിൽ വരില്ല, പകരം മറ്റൊരു പാത നിർദ്ദേശമെന്ന് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരുന്നു. ആ പാതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇക്ബാൽ. അതായത് കേരയിൽ സംസ്ഥാനത്ത് വരില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഇ ശ്രീധരൻ വ്യക്തമാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേരളിന് പകരം ഒരു ബദൽ പദ്ധതി കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് അത് സർക്കാരിന് മുന്നിൽ പറയുകയും ചെയ്തതാണ്. മുഖ്യമന്ത്രിയോട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിരിക്കും ഈ പുതിയ പദ്ധതി കേരളത്തിൽ ആവിഷ്കരിക്കുക. പക്ഷേ അതിന് മുമ്പായി കേരളം കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. അത് കേരയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടക്കുക. ഇതിനെല്ലാം മുമ്പായി സംസ്ഥാന സർക്കാർ കൃത്യമായി തന്നെ ഈ കേരളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ശ്രീധരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കേരളയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുക, പരിസ്ഥിതിക്ക് ഉണ്ടാക്കുക എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. പക്ഷേ പുതിയ ബദൽ പദ്ധതി വരുന്നത് കൊണ്ട് തന്നെ ആ പുതിയ ബദൽ പദ്ധതി എന്ന് പറയുന്നത് ഒരു സെമി ഹൈസ്പീഡ് ലൈൻ റെയിൽവേ ലൈനാണ്. ആ റെയിൽവേ ലൈന് ഭൂഗർഭമായും അല്ലെങ്കിൽ ആകാശപാത രീതിയിലായിരിക്കും അതിൻ്റെ നടപ്പാക്കുക. ആ കാര്യം വരുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി വരുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കോ പരിസ്ഥിതിക്കോ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. മാത്രമല്ല സ്ഥലനഷ്ടം വലിയ രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. സ്ഥലം ഏറ്റെടുപ്പും വലിയ രീതിയിൽ സർക്കാരുകൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ അവരുടെ നിലപാടുകൾ അറിയിച്ചാൽ ഈ പുതിയ ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ താൻ തയ്യാറാണെന്നും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് നിൽക്കുമെന്നും ഈ ശ്രീധരൻ ഇന്ന് വ്യക്തമാക്കുകയായിരുന്നു. സുജയ.